ഡിയർ ഫ്രണ്ട്സ്, മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കുവാൻ, നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനത്യാവശ്യം നമ്മുടെ മനസ്സാന്നിധ്യമാണ്. എന്തിനും മനസ്സാന്നിധ്യം ഉണ്ടാവണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതൊരു സംഭവങ്ങളെയും നേരിടാൻ അല്ലെങ്കിൽ അഭിമുഖീകരിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവണം. അതിന് ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറമുള്ള അറ്റാച്ച്മെൻറ്റ് ആരോടും വെച്ച് പുലർത്തരുത്. പരിധിക്കപ്പുറമുള്ള അറ്റാച്ച്മെൻറ്റ് ദുഃഖങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് സംഭവിക്കുന്നതെല്ലാം തന്നെ പോസിറ്റീവായിരിക്കണമെന്നില്ല. എന്നാൽ സംഭവിക്കുന്നതിൽ ഒരു നന്മ, ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കാൻ നമ്മൾ കണക്കുകൂട്ടണം. അതൊരു പോസിറ്റീവായി നമ്മൾ ചിന്തകളെ കണക്കുകൂട്ടണം. നിങ്ങളെ വേദനിപ്പിക്കുവാനും കരയിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റിലുമുണ്ട്. അതുപോലെ തന്നെ പവർഫുള്ളായി ജീവിക്കുവാനും കഴിഞ്ഞുപോയവ കഴിഞ്ഞുപോയി, അത് തിരിച്ചു വരില്ല. വരാൻ പോകുന്ന നല്ല സംഭവങ്ങളെ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളിൽ നമ്മൾ എടുത്തുകൊണ്ട് ചെന്നിടരുത്. അത് വളരെ മോശമാണ്. നമ്മുടെ ചിന്താഗതിയെ അത് വളരെ മോശമായത് ബാധിക്കുന്ന ഒന്നാണ്. വരുന്ന ഓരോ ദിവസവും നമുക്ക് പുതിയതാണ്. അതുപോലെ തന്നെ ചിന്തകളും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു കയറിയ വലിയ തോൽവികളും. വലിയ തോൽവികൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരാൻ, ഉയർന്നു പറക്കാൻ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ തോൽവികളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക. തങ്ങളിൽ തന്നെ വിശ്വസിക്കുക. തോൽവികളെല്ലാം തന്നെ നമ്മളെ മാനസികമായി കരുത്തുള്ളതാക്കി മാറ്റുന്നു. സാഹചര്യങ്ങളിൽ നിന്നും പുതിയ അനുഭവങ്ങളിൽ നിന്നുമാണ് ഓരോരുത്തരും പഠിക്കുന്നത്. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് തനിക്ക് ആവശ്യമുള്ളത്, തനിക്ക് ഉപയോഗപ്പെടുന്ന ചിന്തകൾ എന്തെല്ലാമാണ്, അത് ആലോചിച്ച് ആവശ്യമുള്ള ചിന്തകൾ മാത്രം കൊണ്ടു നടക്കുക. എപ്പോഴും ഞാൻ ചിന്തകളുടെ യജമാനാണ് എന്ന് സ്വയം ചിന്തിക്കുക. തനിക്ക് ചിന്തകളിൽ അധികാരമുണ്ട്. ചിന്തകൾ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നെന്ന് കരുതുക. അവയെ നേർവഴിക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ചിന്തകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. പുതിയ രീതികൾ പരീക്ഷിക്കുക. ചിന്തകൾ മാറ്റാനായിട്ട്, ഇഷ്ടമില്ല ചിന്തകൾ മാറ്റാനായിട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, ഇഷ്ടമുള്ള ഗെയിംസ് കളിക്കാം, നല്ല മെഡിറ്റേഷൻ ചെയ്യാൻ, ഇങ്ങനെ സ്ഥിരമായിട്ട്